ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് വ്യാപാർ ആപ്ലിക്കേഷൻ എന്നാണ്. ഇത് പ്യുവർലി ഒരു അക്കൗണ്ടിങ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഇൻവെൻട്രിയും അക്കൗണ്ട്സും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് റിപ്പോർട്ട് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ മെയിൻലി ഫോക്കസിങ് ഓൺ മീഡിയം സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. എന്നിരുന്നാൽ പോലും ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഒരുപ്പെട്ട എല്ലാവിധ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഈവൻ ഇൻവെൻട്രി റിലേറ്റഡ് ആണെങ്കിലും അക്കൗണ്ട്സ് റിലേറ്റഡ് ആണെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ട എല്ലാവിധ റിപ്പോർട്ടുകളും ഈ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും ലഭ്യമാണ്. മൊബൈൽ യൂസ് ചെയ്തും ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്തും നമുക്ക് ഒരുപോലെ ഇതിൽ ട്രാൻസാക്ഷൻസൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് മൊബൈലിലും നമ്മുടെ ഡെസ്ക്ടോപ്പിലും ലൈവ് ഡാറ്റയുടെ റിപ്പോർട്ടുകളെല്ലാം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഇയർലി റിന്യൂവബിൾ ആണ്. ഇയർലി നമ്മളിത് റിന്യൂ ചെയ്യണം. ബട്ട് ഇത് വളരെ അഫോർഡബിളായുള്ള പ്രൈസിനാണ് ഇവർ നമുക്ക് തരുന്നത്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവർ തരുന്ന പ്രൈസിനേക്കാൾ ഒരു 10% അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി ആപ്ലിക്കബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിലുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ആപ്ലിക്കേഷനിലോട്ട് കടക്കാം. ഇതാണ് അതിൻ്റെ ഐക്കൺ. വൺസ് നിങ്ങൾ ആ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ കിട്ടും. ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആകും. ഫസ്റ്റ് സ്ക്രീനിൽ ചോദിക്കുന്നത് മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ നമ്മുടെ ഏത് കൺട്രി ആണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിലല്ല, പുറത്താണെങ്കിലും വിദേശ രാജ്യങ്ങളിലും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിനനുസരിച്ച് ഈ സോഫ്റ്റ്വെയറിൻ്റെ ബാക്ക് എൻഡിലെ കറൻസിയും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തതിന് ശേഷവും അതൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് UAE സെലക്ട് ചെയ്തിട്ട് നോക്കാം. കാരണം ആൾറെഡി ഇന്ത്യയിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ ലഭ്യമാണ്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇന്ത്യ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്കിത് നമ്മുടെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിന് വേണ്ടി എങ്ങനെ അവരുടെ അക്കൗണ്ട്സ് ഇതിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. സോ ഞാനിവിടെ ഇൻ്റർനാഷണൽ നമ്പർ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് കോഡ്. ഈ റെഫറൻസ് കോഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതായിരിക്കും. സോ ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിരിക്കുന്നു. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കറൻസി ഇവിടെ മെൻഷൻ ചെയ്യേണ്ട AED. ബിക്കോസ് നമ്മൾ ഇൻ്റർനാഷണൽ നമ്പറാണ് കൊടുത്തത്, അതുകൊണ്ടാണ് AED ആയിട്ട് ഡിഫാൾട്ട് കറൻസി വന്നിരിക്കുന്നത്. സോ ഇവിടെ സെയിൽസ് എൻട്രി ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ദെൻ റിസീവബിൾസ്, പേയബിൾസ്, പർച്ചേസ്, എല്ലാവിധ ബേസിക് റിപ്പോർട്ടുകളും ഫസ്റ്റ് ഡാഷ്ബോർഡിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് ആൾറെഡി എല്ലാം 0 ആണ് കാണിക്കുന്നത്, കാരണം ദർ ഇസ് നോ എൻട്രി വരുന്നതനുസരിച്ച് എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൽ വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും മൈ കമ്പനി എന്നുള്ളത്. ഇവിടെ പോയി നിങ്ങൾ മൈ കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേര്, ബിസിനസ് നെയിം, ദെൻ ബിസിനസ് ലോഗോ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഈ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ക്രീൻ വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുക്കുക. സോ ഞാനിവിടെ എൻ്റെ കമ്പനിയുടെ പേര് കൊടുത്തു. ദെൻ അതിനുശേഷം ഫോൺ നമ്പർ ചോദിക്കുന്നു. ദെൻ ഇമെയിൽ ID, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കാം. ദെൻ ആഡ് ലോഗോ, നമുക്കിവിടെ നമ്മുടെ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോ പാത്ത് എവിടെയാണോ അവിടെ നിന്ന് ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എൻ്റെ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ ഇൻഫർമേഷൻ ഉണ്ട്. മോർ ഇൻഫർമേഷൻ പോകാൻ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കമ്പനി അഡ്രസ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് ആഡ് ചെയ്യാം. ദെൻ അതിനുശേഷം ബിസിനസ് ടൈപ്പ്, നിങ്ങൾ ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. റീറ്റെയിൽ, ഹോൾസെയിൽ, ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് റീറ്റെയിൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം ബിസിനസ് കാറ്റഗറി ചോദിക്കും. ഏത് കാറ്റഗറിയാണ് നിങ്ങളുടെ ബിസിനസ് എന്നുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അക്കൗണ്ടിങ്, ഇൻ്റഗ്രേറ്റഡ് ഡിസൈനർ, ഓട്ടോമൊബൈൽ എന്നുള്ള ഏത് കാറ്റഗറിയാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കാറ്റഗറി എന്ന രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആൻഡ് CA എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ആഡ് സിഗ്നേച്ചർ എന്നുള്ളത്. നമുക്ക് ഈ ആഡ് സിഗ്നേച്ചർ എന്ന
കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കമ്പനിയുടെ സീൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പനിയുടെ സീലിൻ്റെ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സീൽ ആൻഡ് സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഏതെങ്കിലും റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിയുടെ സീൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ കമ്പനിയുടെ TRN നമ്പർ. UAE-യിലാണെങ്കിൽ എല്ലാ കമ്പനികൾക്കും അവരുടെ TRN നമ്പർ ഉണ്ടാവും. നമുക്കിവിടെ TRN നമ്പർ മെൻഷൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കമ്പനിയുടെ TRN നമ്പർ 15 അക്കങ്ങളുള്ള TRN നമ്പർ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ദെൻ ബിസിനസ് ഡിസ്കഷൻ, അഡീഷണൽ എന്തെങ്കിലും നമുക്ക് ബിസിനസ് ഡിസ്കഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അതിന് ശേഷം സേവ് കൊടുക്കുക. കമ്പനിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ക്രിയേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മാസ്റ്റർ ക്രിയേഷനാണ്. ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കമ്പനിയുടെ പേര്, ലോഗോ എല്ലാം സെറ്റായിട്ടുണ്ട്. കമ്പനിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. സോ ഇവിടെ നമുക്കിതിനൊരു റഫ് ഐ ഡി കിട്ടുവാൻ സാധിക്കും. ആഡ് മോർ എന്നതിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റഫ് ഐ ഡി നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് സെയിൽസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ്, സെയിൽസ് ഇൻവോയ്സ്, പേയ്മെൻറ്റ് ഇൻ, സെയിൽസ് റിട്ടേൺ, സെയിൽസ് ഓർഡർ, എസ്റ്റിമേറ്റ്, ഡെലിവറി ചലാൻ, ഇത്രയും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസ് ബിൽ, പേ ഔട്ട്, പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് ഓർഡർ, ഇത്രയും കാര്യങ്ങൾ സാധിക്കും. ദെൻ ഒരു കമ്പനിക്ക് വേണ്ട അഡീഷണൽ എൻട്രീസ്, അതായത് എക്സ്പെൻസ് എൻട്രി, പാർട്ടി ടു പാർട്ടി ട്രാൻസ്ഫർ, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസും നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് കമ്പനി ക്രിയേഷൻ എന്ന രീതിയിൽ ബേസിക് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി വരുന്ന വീഡിയോസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെങ്ങനെയാണ് ഇൻവെൻ്ററി മാസ്റ്റേഴ്സ്, അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ബാങ്കിങ് റിലേറ്റഡ് എൻട്രീസ്, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ ഗെറ്റിംഗ് മോർ ഫ്രീ വീഡിയോസ്.